It's indeed an honor and privilege to stand before you once again. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ ഇടയാകുന്നത് ഒരു പദവിയായിട്ട് ഞാൻ പരിഗണിക്കുന്നു. We are living in the world of uncertainty. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. Situation of the day is not the next day. ഇന്നത്തെ സാഹചര്യമല്ല, അവസ്ഥയല്ല നാളത്തേത്. The restrictions of today is different than tomorrow. ഇന്നത്തെ പരിധികളല്ല നാളെയുള്ള പരിധികൾ. So we do not know whether we are going to gather the next week like this or not. അടുത്ത ആഴ്ച ഈ നിലയിൽ ഒരുമിച്ച് കൂടിവരുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. So every day is a day of uncertainty, but it comes with excitement also. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ അത് ആകാംക്ഷയോടെ കാത്തിരിക്കുവാനുള്ള ദിവസങ്ങളുമാണ്. These days I have been reminded again and again from the Psalm, count your days. നിങ്ങളുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ എന്നുള്ള സങ്കീർത്തന വാക്യങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ അർത്ഥവത്തായിരിക്കുന്നു. Because these are the days when we remember our days to be the most precious day and as we live the moments. നാം ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുമ്പോൾ ഓരോ ദിവസങ്ങളും നമ്മുടെ മുമ്പാകെ വിലയുള്ള ദിവസങ്ങളായിട്ട് മാറുന്ന അവസരമാണ്. Because next day can be a day when you may get a report of COVID positivity. ഒരുപക്ഷെങ്കിൽ നാളെ എന്നുള്ള ദിവസം നമുക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്ന ദിവസമാകുവാനും സാധ്യതയുണ്ട്. And your situations or your family situation can be worse. ഒരുപക്ഷെ നമ്മുടെ അവസ്ഥകളോ നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളോ മാറി മറിയുവാനുള്ള സാധ്യതയുമുണ്ട്. So every day comes with a responsibility of living the best for the Lord. അതുകൊണ്ട് ഓരോ ദിവസവും ഏറ്റവും മെച്ചമായിട്ട് ദൈവം മുമ്പാകെ ജീവിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും അത് നൽകുകയാണ്. And when it comes all the more it becomes all the more important when we gather together like this around the table, remembering the Lord through bread and the wine. കർത്താവിനെ ഓർക്കുവാനായിട്ട് മേശയുടെ ചുറ്റുപാടും നാം ഇത്തരത്തിൽ കൂടി വരുന്ന ദിവസങ്ങൾ അതും വളരെ മൂല്യമുള്ളതായിട്ട് തീരുകയാണ്. Because you do not know whether this opportunity will be there next week or not. കാരണം അടുത്ത ആഴ്ച ഇത്തരത്തിലൊരു അവസരം നമുക്ക് ലഭിക്കും എന്ന് പറയുവാനാകില്ല. All of us have experienced that in past 1 year. കഴിഞ്ഞ ഒരു വർഷക്കാലം നാം എല്ലാവരും ആ സാഹചര്യത്തിലൂടെ കടന്നുപോയവരുമാണല്ലോ. And I don't have to explain more on this. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്ന് കരുതുകയാണ്. But one thing which comes common in all these situations, എന്നാൽ ഈ എല്ലാ അവസ്ഥകളുടെ മധ്യത്തിലും പൊതുവായിട്ട് നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് doubting God. ദൈവത്തെ സംശയിക്കുക എന്നുള്ളതാണ്. God, where are you? കർത്താവേ, നീ എവിടെയാണ്? God, what are you doing? ദൈവമേ, നീ എന്താകുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? God, why are you not listening my prayer or our prayer as a church? എന്തുകൊണ്ട് നീ എന്റെ പ്രാർത്ഥന അല്ല എന്റെ സഭയുടെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥന നീ ചെവിക്കൊള്ളുന്നില്ല? God, why are you not interfering? എന്ത് ദൈവമേ, നീ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കുന്നു? God, why are you not looking at our situation? അല്ലയോ ദൈവമേ, നീ എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കാണുന്നില്ല? In past 1 year I have come across with many people coming up with these questions. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് അനേക വ്യക്തികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണുവാൻ കഴിയും. I know a friend who lost his job. എനിക്ക് ഒരു സുഹൃത്തിനെ അറിയാം, തന്റെ ജോലി ഈ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു. Both of them, husband and wife, were working and having almost 6-digit salaries. ഭർത്താവും ഭാര്യയും ഒരുപോലെ നല്ല ശമ്പളം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But all of a sudden they were given the pink slips and asked them to leave the job. എന്നാൽ നേരത്ത് അവരുടെ ജോലിയിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ വിട്ടുപോകുവാനായിട്ട് അവർക്ക് നിർദ്ദേശം വന്നു. They have to pay the EMI for the house, for the vehicle and what not. അവരുടെ വീടിന്റെ ലോൺ തിരിച്ചടവുണ്ട്, വാഹനത്തിന്റെ ലോൺ തിരിച്ചടവുണ്ട്, അങ്ങനെ അനേക ചെലവുകൾ അവരുടെ മുമ്പാകെ ഉണ്ട്. In whatever savings they had, they were able to sustain for over the half a year, more than half a year. But now they are in a situations where they are absolutely clueless what would be the next day. അവർക്കുണ്ടായിരുന്ന എല്ലാ സേവിങ്സുകളും എടുത്ത് അവർ ചിലവഴിക്കുവാനായിട്ട് വളരെ മിതമായിട്ട് ചിലവഴിച്ചപ്പോൾ 6 മാസം കൊണ്ട് അത് കടന്നുപോയി. എന്നാൽ അതിനുശേഷം എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ല. Now they have a question, God, why are you not interfering? ഇന്ന് അവരുടെ മുമ്പാകെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്, ദൈവമേ എന്തുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല? I know a family whose father, I mean, he was found positive
COVID positive and died in the month of July or August last year. മറ്റൊരു കുടുംബത്തെ എനിക്കറിയാം. ആ കുടുംബത്തിലെ പ്രിയപ്പെട്ടവന്റെ പിതാവ് കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കോവിഡ് പോസിറ്റീവ് ആയിട്ട് മരണപ്പെടുകയുണ്ടായി. They all could sustain somehow, and now the mother is COVID positive, his wife is COVID positive, children are COVID positive. Now he doesn't know what to do next. എന്നാൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇന്ന് അവരുടെ മകനും ഭാര്യയും അമ്മയും ഒക്കെ എല്ലാവരും കോവിഡ് പോസിറ്റീവ് ആയിട്ട് മാറിയിരിക്കുകയാണ്. The suffering is so intense where he has no other option than asking God, why you are not interfering? അവരുടെ വേദന അല്ലെങ്കിൽ കഷ്ടത അത്രത്തോളം അധികരിച്ചിരിക്കുകയാണ്. ദൈവത്തോട് അവർ ഇപ്രകാരം ചോദിക്കുവാൻ ഇടയാകുന്നു, ദൈവമേ എന്തുകൊണ്ട് നീ ഇടപെടുന്നില്ല? He has to pay the ventilator, he has to pay the medicine, he has to pay the rent, he has to pay everything, and he's all alone. തനിക്ക് വെന്റിലേറ്ററിന്റെ റെന്റ് കൊടുക്കണം, അതുപോലെ തന്നെ മെഡിസിന്റെ റെന്റ് കൊടുക്കണം, മറ്റെല്ലാ ചെലവുകളും നോക്കണം. താൻ ഒറ്റയ്ക്ക് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണ്. I know an evangelist who was beaten badly last couple of weeks back in the North India. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സുവിശേഷകനെ വളരെ മാരകമായിട്ട് മർദ്ദനമേൽക്കുകയുണ്ടായി. During this COVID pandemic, he has no other option of going out from his village. തന്റെ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകുവാൻ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ തനിക്ക് സാധിക്കാതിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. Now he's been totally isolated from his village. തന്റെ ഗ്രാമത്തിൽ താൻ തീർത്തും ഒറ്റപ്പെട്ടവനായിട്ട് ഇന്ന് അദ്ദേഹം കഴിയുകയാണ്. Remember, he was beaten because of his faith. നിങ്ങൾ ഓർക്കുക, അവൻ അടികൊള്ളേണ്ടി വന്നത് തന്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. And on top of the pandemic, he has no other help. ഈ ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഈ പാൻഡമിക്കിന്റെ അവസ്ഥയിൽ അവന് മറ്റ് സഹായങ്ങളൊന്നും ഈ അവസരത്തിൽ ലഭ്യമാകുകയുമില്ല. Now this evangelist who had been serving the Lord, who had been standing for the Lord, who had been proclaiming the Lord, has now come to a situation where asking God, why are you not interfering? കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവെ സ്നേഹിക്കുകയും കർത്താവിനെ പ്രഘോഷിക്കുകയും സുവിശേഷത്തിന് സാക്ഷിയാകുകയും ചെയ്ത ആ സുവിശേഷകൻ ഇന്ന് ഒരുപക്ഷെങ്കിൽ ഇത്തരം ഒരു ചോദ്യം മുമ്പാകെ അഭിമുഖീകരിക്കുന്നുണ്ടാകും. My beloved, is this not the question you and me have been asking in past 1 year? പ്രിയ സഹോദരന്മാരെ, നിങ്ങളും ഞാനുമൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ ചോദ്യം പല പ്രാവശ്യം ഉരുവിട്ടിട്ടില്ലേ? Are we not in the same kind of situations one or other way? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഒരു കാര്യത്തിന്റെ മുമ്പാകെ നാം കടന്നു പോവുകയവരല്ലേ? We have been doubting. നാം പലപ്പോഴും സംശയിക്കുന്നവരാണ്. We have been doubting God's sovereignty, right? ദൈവത്തിന്റെ പരമാധികാരത്തെ പലപ്പോഴും നാം സംശയിക്കുന്നു. But because of our faith, because of the tradition we come, we are unable to speak that aloud before our brethren. എന്നാൽ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നാം കടന്നു വന്ന വിശ്വാസ പാതകളെ അനുസരിച്ച് അത് സഹോദരന്മാരുടെ മുമ്പാകെ ഉറക്കെ പറയുവാൻ നാം മടി കാണിക്കുന്നു. We are subsidizing it. We are living in the guilt of sharing that with anyone, and we are just going on as if nothing has happened. നാം അതിനെ മൂടി വെച്ചിട്ട് അതിന്റെ ഒരു ഇരുമനസ്സോടുകൂടെ സംശയിക്കുന്ന മനസ്സോടുകൂടെ നാം തുടർന്ന് മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കാം. But let me give you a good news. എന്നാൽ ഒരു സന്തോഷ വർത്തമാനം നിങ്ങളോട് അറിയിക്കുവാനുണ്ട്. You know, our Lord is interested even when we doubt him. നാം കർത്താവിനെ സംശയിക്കുമ്പോൾ പോലും അവൻ നമ്മെക്കുറിച്ച് വളരെ കരുതലുള്ളവനാണ്, ബോധവാനുമാണ്. His love does not stop the moment you start doubting him. നാം ദൈവത്തെ സംശയിക്കുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അവിടെ അവസാനിക്കുന്നില്ല. His love is more intense for you. He values you more when you have that wavering faith for him. ദൈവത്തിന്റെ മുമ്പാകെ ഇടറുന്ന ഒരു വിശ്വാസത്തോടുകൂടെയോ അല്ലെങ്കിൽ നിലപാടുകളോടുകൂടെയോ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അധികമായിട്ട് വർദ്ധിക്കുകയാണ് നമ്മുടെ നേർക്ക്. Today I want to bring before you the message of that building doubt by the Lord. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരുന്ന വിഷയം എന്ന് പറയുന്നത് സംശയത്തിന്റെ മധ്യേ നമ്മെ പണിയുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ്. Read for me John chapter 1 and verse 29. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുന്നു. Here is a profound statement given by a man of God. ദൈവത്തിന്റെ ഒരു പുരുഷൻ നൽകുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പ്രസ്താവനയാകുന്നു അത്. A man of God about whom the prophecies
prophets have given a number of prophecies. ഈ വ്യക്തിയെ കുറിച്ചാണ് അനേക പ്രവാചക സാക്ഷ്യങ്ങൾ പ്രവചന വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. For his birth, God had to send the angels to his parents. അവന്റെ ജനന സമയത്ത് തന്റെ മാതാപിതാക്കളുടെ മധ്യേ അടുക്കലേക്ക് ദൂതന്മാരെ അയക്കുവാൻ ദൈവം പ്രസാദിച്ചു. And the man of God himself was so committed for his call that he, as a Nazarene, followed every nuke of the every inch of the call. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ നിയോഗത്തെ കുറിച്ച് ബോധവാനായിരിക്കുകയും അതുപോലെ തന്റെ ആ നാസിർ വ്രത അവസ്ഥ ഏറ്റവും കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്തവനാണ്. And he is a man who has been called the forerunner of our Lord Jesus ഈ Christ. വ്യക്തിയാണ് യേശു കർത്താവിന്റെ മുൻപേ ഓടുന്ന അല്ലെങ്കിൽ മുന്നോടിയായിട്ട് വരുന്നവനായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നവൻ. And you know, when he sees the Lord, he gives the statement. അവൻ യേശു കർത്താവിനെ കാണുമ്പോൾ ഇപ്രകാരം ഒരു പ്രസ്താവന And ചെയ്യുകയാണ്. that statement becomes the benchmark for the Lord and his ministry. യേശു കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള വിലയിരുത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് ആ പ്രസ്താവന തീരുകയും ചെയ്യുന്നു. Very profound statement. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. Yes. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. This is the Lamb of God. ഇതാകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. He is presenting Christ Jesus before the world, introducing Christ Jesus before the world, and elaborating about Christ Jesus before the world, saying that this is the Lamb of God. അവൻ യേശു കർത്താവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുകയാണ്, യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്, യേശു കർത്താവിനെ ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതാകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്. It is not the end. The statement does not end there. ആ പ്രസ്താവന അവിടെ അവസാനിക്കുന്നില്ല. He also goes on saying why he is this man, the Lamb of God. എന്തുകൊണ്ട് ഈ ദൈവത്തിന്റെ കുഞ്ഞാട് ഇവിടെ ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവൻ വിശദീകരിക്കുകയാണ്. That man, the statement comes with the introduction and also the purpose behind that. അതിന്റെ ഒരു ആമുഖം ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ട് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പിന്നാലെ സൂചിപ്പിക്കുകയാണ്. This is the Lamb of God with who takes away the sin of the world. ഇതാകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ ലോകത്തിന്റെ പാപത്തും ചുമക്കുന്നവനാകുന്നു. This is a man who is going to take the sin of the world. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. He was absolutely certain about Christ Jesus. യേശു കർത്താവിനെ കുറിച്ച് ഏറ്റവും ഉറപ്പുള്ള ഒരു പ്രഖ്യാപനവും വിശ്വാസവും താൻ കാത്തു സൂക്ഷിച്ചു. And he had that confidence. He was so sure because his Father in heaven had given him that prophecy. കാരണം അവന് വളരെ ഉറപ്പോടുകൂടെ ആ പ്രസ്താവന നടത്തുന്നതിന് കാരണം എന്ന് പറയുന്നത് ഉയരത്തിലെ പിതാവായ ദൈവമാണ് തനിക്ക് ആ വെളിപ്പാട് നൽകിയത്. Just read verses 25 onwards where God is giving him the he's witnessing about the Christ. യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. Read verse 21. 20-ാമത്തെ. He says that I saw the dove coming down on him. 22. 22-ാമത്തെ വാക്യം. അവനോട് നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവനോട് ഉത്തരം പറയേണ്ടതിന് നീ എന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദമാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. The issue is he's witnessing before the crowd, saying that God the Father, God the Almighty has given me the confidence, the clarity that on whom I see the Holy Spirit descending like a dove, he is the man who is the Messiah. 32-33 വാക്യങ്ങളാണ്. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാൻ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. My beloved, this is the confidence
John the Baptist had. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാനെ സംബന്ധിച്ച് ഉള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഈ ഉറപ്പായിരുന്നു. He not only had seen the dove, the Spirit of God descending on Christ Jesus, but he also was given that confidence by the God himself. പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ ഇറങ്ങുന്നത്, യേശു കർത്താവിന്റെ മേൽ ഇറങ്ങുന്നത് കാണുക മാത്രമല്ല, സ്വർഗത്തിലെ പിതാവിൽ നിന്ന് ഒരു സാക്ഷ്യം താൻ പ്രാപിക്കുകയും ചെയ്തു. And when that baptism was happening at the shore of Jordan, these same baptizer and the Jesus Christ and John the Baptist, both of them and the people there, they heard the heavens speaking, this is my beloved son. യേശു കർത്താവ് സ്നാനപ്പെടുന്ന വേളയിൽ സ്നാപകനും സ്നാനകർത്താവ് അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന വ്യക്തിയായ യേശു കർത്താവ് മാത്രമല്ല, ചുറ്റുമുള്ളവരുമൊക്കെ ഈ സ്വർഗത്തിന്റെ സാക്ഷ്യം കേട്ടവരാണ്. John the Baptist was so sure സ്നാപക യോഹന്നാന് വളരെ ഉറപ്പുണ്ടായിരുന്നു that this is he. ഇതാകുന്നു അവൻ. This is he, the Messiah. ഇവനാകുന്നു മശിഹ. This is the one who is going to take the sin of the world. ലോകത്തിന്റെ പാപം ചുമന്ന് നീക്കുന്നവനാകുന്നു അവൻ. And you know, John the Baptist was not an ordinary man. നിങ്ങൾ അറിയുന്നില്ലയോ, സ്നാപക യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. He was standing for the call of God. ദൈവത്തിന്റെ വിളിയോടുള്ള ബന്ധത്തിൽ അതിനുവേണ്ടി നിലകൊള്ളുന്നവനായിരുന്നു. He lived in wilderness, ate locusts and honey, and he was following the complete Nazarene oath. അവൻ മരുഭൂമിയിൽ പാർത്തുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഭുജിച്ചുകൊണ്ട് നാസിർ വ്രതത്തിന്റെ എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുന്നവനായിരുന്നു. And he was preparing the way for his master. തന്റെ യജമാനു വേണ്ടി വഴി നിരപ്പാക്കുന്ന ശുശ്രൂഷയിലായിരുന്നു അവൻ തുടർന്നിരുന്നത്. He was purely on the call. Purely on the call. അവൻ തന്റെ വിളിയോട് പൂർണ്ണമായിട്ടും കൂറുള്ളവനും പ്രതിബദ്ധതയുള്ളവനുമായിരുന്നു. You know, but this same John the Baptist comes in a situation. എന്നാൽ ഇതേ സ്നാപക യോഹന്നാൻ ഒരു പ്രത്യേക പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. His statement, this is he, turns into other way around. ഇവനാകുന്നു അവൻ എന്നുള്ള തന്റെ പ്രസ്താവന നേരെ തിരിയുവാനായിട്ട് ഇടയാകുകയാണ്. Read chapter 7 of Luke. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം and verses 19 onwards. അതിന്റെ 19 മുതലുള്ള വേദഭാഗങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 19 മുതൽ. എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. Now the statement has changed from this is he exclamation sign, and now that has been changed into is this he, the question mark. ഇവനാകുന്നു അവൻ എന്നുള്ള ആശ്ചര്യ ചിഹ്നത്തോടു കൂടെയുള്ള ആ പ്രസ്താവന വരുവാനുള്ളവൻ നീയാകുന്നുവോ അവൻ എന്നുള്ള ചോദ്യ ചിഹ്നത്തിലേക്ക് മാറുകയാണ്. Why so? എന്തുകൊണ്ട് അങ്ങനെ? My beloved, this is what I want to just explain you through. ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. But that does not mean that I'm anywhere demeaning or devaluing John the Baptist and his call. അതിന്റെ അർത്ഥം യോഹന്നാൻ സ്നാപകനെയോ അവന്റെ വിളിയെയോ അവന്റെ ശുശ്രൂഷയോ ഏതെങ്കിലും വിധത്തിൽ ഇകഴ്ത്തി കാണുവാനോ ചിന്തിക്കുവാനോ ഞാൻ തയ്യാറല്ല. Because he was a man with high esteem. കാരണം അവൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ തന്റെ ജീവിതം നയിച്ചവനും തന്റെ നിയോഗം പൂർത്തീകരിച്ചവനുമാണ്. I mean, who am I to say that? Even Jesus Christ had given him the highest regard. മാത്രമല്ല യേശു കർത്താവ് താൻ തന്നെ സ്നാപക യോഹന്നാനെ ഏറ്റവും ഉന്നത സ്ഥാനീയനായിട്ട് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുമ്പാകെ ഞാൻ എന്ത് പറയാനാണ്? But there are some scriptures which really shows his confusion. എന്നാൽ തിരുവഴുത്തിൽ ചില വേദഭാഗങ്ങൾ അവിടെ ഇവിടെയും ഉണ്ട് യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് തന്റെ അങ്കലാപ്പിനെ അല്ലെങ്കിൽ തന്റെ സംശയത്തെ വെളിവാക്കുന്ന ചില വാക്യശകലങ്ങൾ. And then again this comes out of his passion for the Messiah. അതുപോലും തന്റെ യേശു കർത്താവിനോടുള്ള ആവേശത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സംശയങ്ങളാണ്. And this can be the same experience what you and me are going through. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും കടന്നു പോകുന്ന ചുറ്റുപാടുകളും ചോദ്യങ്ങളും ഇതിന് സമാനം ആയിരിക്കും. This is he turning into is this he. ഇവനാകുന്നു അവൻ എന്നുള്ള പ്രസ്താവന നീ ആകുന്നുവോ അവൻ എന്നുള്ള ചോദ്യത്തിലേക്ക് വഴിമാറുകയാണ്.
You know, when I came to know the Lord initially, I was absolutely excited for almost for 1.5 2 years. പ്രിയ സഹോദരൻ, കർത്താവിലേക്ക് കടന്നു വന്ന രക്ഷയുടെ ആദ്യ നാളുകളിൽ 1.5 വർഷക്കാലത്തോളം കർത്താവിന് വേണ്ടി വളരെ ആവേശത്തോടുകൂടെ നിലകൊണ്ടിരുന്നു. And no confusion. ഒരു സംശയവും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. It was like a infant children, those who are like 2 year, 3 year, 4 year. They have absolutely no doubt of their father and mother. ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് പൈതൽ, അവരെ സംബന്ധിച്ച് മാതാപിതാക്കളെ കുറിച്ച് ഒരു സംശയവും അവന്റെ മുമ്പാകെ ഇല്ല തന്നെ. They are sure that their father, their mother are going to feed them, take care of them, clean them and things of that sort. അവർക്കറിയാം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ തനിക്ക് ഭക്ഷണം നൽകുമെന്നും തന്നെ സംരക്ഷിക്കുമെന്നും തന്നെ ശുചിത്വത്തോടെ പരിപാലിക്കുമെന്നും ഒക്കെ ആ കുഞ്ഞിന് ഉറപ്പുണ്ട്. They are full of energy and full of excitement in the life. അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആവേശത്തോടും ഊർജ്ജസ്വലതയോടും കൂടെ ആ നാളുകൾ അവർ ഓടിച്ചാടി നടക്കും. I was also the infant like that when I was born in the Christ. കർത്താവിൽ വീണ്ടും ജനിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ആ ഒരു ആവേശത്തോടുകൂടെ ഞാനായിരുന്നു. I could go and speak aloud about the Lord in the junctions, in the streets, in the houses. You give me a crowd, I can do anywhere. എനിക്ക് യേശു കർത്താവിനെ കുറിച്ച് വീട്ടിലോ നാട്ടിലോ വഴിത്തലക്കിലോ എവിടെയും ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയുവാനായിട്ട് വലിയ ആവേശമായിരുന്നു. But after a couple of years, when I grew in the Lord, when I came in my teenage of the Christian life, and I grew as an adult, then comes the problem. ഞാൻ വിശ്വാസത്തിൽ വളർന്നു എന്ന് മാത്രമല്ല, ഞാൻ യുവാത്വത്തിന്റെ അവസ്ഥയിലേക്ക് വളർന്നു വരുന്ന ആ കാലയളവില് എന്റെ സാഹചര്യങ്ങൾ, എന്റെ ചിന്താഗതികളിൽ മാറ്റം സംഭവിച്ചു. And my faith in the Lord had to be supported by reasons. എന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അതിന് കാര്യകാരണ വിചാരത്തിന്റെ പിൻബലത്തിൽ ഞാൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. And my faith always had to substantiate the scripture or the exposition of Christ in my life. തിരുവഴുത്തിനെയും യേശു കർത്താവിനെയും കുറിച്ചുള്ള കാര്യത്തെ അതിനെ വിശകലന ബുദ്ധിയോടുകൂടെ സമീപിക്കുവാനായിട്ട് എനിക്കിടയായി. And then comes the real struggle in Christian life. ക്രിസ്തീയ ജീവിതത്തിലെ ശരിക്കുമുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്നത് ആ സമയത്താണ്. Doubt and doubt and doubt. സംശയങ്ങൾ, അതിനുമീതെ സംശയങ്ങൾ, വീണ്ടും സംശയങ്ങൾ. And we as a brethren community, we do not speak about our faith, especially the doubts before others, right? നമ്മൾ പ്രത്യേകിച്ച് ബ്രദറുകാര് നമ്മുടെ സംശയത്തെ കുറിച്ച്, വിശ്വാസ സംബന്ധിയായ സംശയങ്ങളെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ പ്രസ്താവിക്കാൻ The moment you go and ask anybody or communicate anybody, uncle, I am struggling with my faith, you are thrown out. ഏതെങ്കിലും മുതിർന്നവരോട് അങ്കിളെ എനിക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് നാം പ്രസ്താവിക്കുകയാണെങ്കിൽ നാം പുറത്താക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് രണ്ട് പക്ഷമില്ല. There would be a statement like പണ്ടേ എനിക്കറിയാമായിരുന്നു. സാധാരണ നിലയിലെ പ്രതികരണം ഇങ്ങനെയായിരിക്കും, പണ്ടേ നിന്നെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ള പ്രതികരണം. You can't open up, so you basically live a life with that guilt. നിങ്ങൾക്ക് തുറന്നു പറയുവാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് അകത്ത് നിങ്ങൾ കുറ്റബോധങ്ങൾ വഹിക്കുന്നവരായിട്ട് തീരുവാൻ സാധിക്കും. Here is John the Baptist, he is struggling for his faith. തന്റെ വിശ്വാസ സംബന്ധിയായ വിഷയത്തിൽ യോഹന്നാൻ ഇവിടെ പ്രതിസന്ധിയിൽ ആവുകയാണ്. Remember this gentleman, right now he is in the dungeon. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ സ്നാപക യോഹന്നാൻ കാരാഗ്രഹത്തിലാണ്. He is there for no reason. അവിടെ ആയിരിക്കുവാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടായിട്ടല്ല താൻ അവിടെ ആയിരിക്കുന്നത്. He is there because of his righteous stand which has taken for the Lord. കർത്താവിന് വേണ്ടി നീതിയോടുകൂടെയുള്ള ഒരു നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ് അവൻ കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നത്. So today I just want to bring, why do the doubt come in our life? ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ വരുവാൻ കാരണമാകുന്നത്? Number one, the doubt comes by the suffering. ഒന്നാമതായിട്ട് സംശയം നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വരുന്നത് കഷ്ടതകളുടെ കഠിനശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ. When we go through a period of suffering, we think that God is not present. നാം ഒരു കഷ്ടതയുടെ ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് നമ്മോടൊപ്പം ഇല്ലയോ? We think that God is only a God who will always be giving me the bed of roses. നാം ചിന്തിക്കുന്നത് കർത്താവ് അല്ലെങ്കിൽ ദൈവം നമുക്ക് എല്ലായ്പ്പോഴും നന്മ മാത്രം, നല്ലത് മാത്രം കരുതുന്നവനാണ്. Because that is what the gospel we have heard, right? കാരണം നാം കേട്ട സുവിശേഷം അത് തന്നെയാണ്. You be in the Christ and your things will blossom like a garden, like a beautiful life. No problem,
suffering at all. നാം കേട്ടിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സുഗന്ധപൂരിതമാകുമെന്നും സുഖസമൃദ്ധിയിലാകുമെന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ My beloved, that is not the gospel. That gospel is that when you walk in this world for the Lord, you are walking on the thorns of the world. പ്രിയമുള്ളവരെ, സുവിശേഷത്തിന്റെ സാരസത്വം അതല്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഈ ലോകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് തന്നെ. Sufferingless life, painless life, problemless life is not in the earth but in the eternity. പ്രശ്നരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടങ്ങളില്ലാത്ത, കഷ്ടതകളില്ലാത്ത, വേദനകളില്ലാത്ത ഒരു ജീവിതമല്ല വിശ്വാസിക്ക് ദൈവം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. No, it is there in the eternity, not in the world. അതില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ലോകത്തിലല്ല, അത് നിത്യതയിലാണ് ദൈവം നമുക്ക് കരുതിയിരിക്കുന്നത്. The gospel has to be very clear. സുവിശേഷം എന്ത് എന്നുള്ളത് നാം വ്യക്തമായി When we follow Christ, we will be suffering. നാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ, ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാകും. I understand the man of God, the John the Baptist, when he is in the prison, he also expected Messiah to just come in the rescue of him. സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ താൻ ഇങ്ങനെ ചിന്തിച്ചു കാണും, മശിഹയായ താൻ വെളിപ്പെടുത്തിയ യേശു കർത്താവ് തന്നെ രക്ഷിക്കുവാനായിട്ട് ഈ കാരാഗൃഹത്തിനുള്ളിൽ കടന്നു വരുമെന്ന്. Because this is what he had been thinking. There would be a man who is going to come. I give the baptism through the water. He is going to give you the baptism through the Spirit and the fire. അവൻ സാക്ഷീകരിച്ചതും അങ്ങനെ തന്നെയാണ്. എന്റെ പിന്നാലെ വരുന്നവൻ അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിക്കുന്നവനാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. And here is a Messiah. He has not even visited. ഇവിടെ ഈ മശിഹ ഈ കാരാഗൃഹത്തിലായിരിക്കുന്ന സ്നാപക യോഹന്നാനെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങോട്ട് ചെല്ലുന്നത് പോലും. He did not even bother to just ask or inquire about John the Baptist. സ്നാപക യോഹന്നാനെ കുറിച്ച് അവൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ പോലും ഈ കർത്താവ് മെനക്കെടുന്നില്ല. Now think of your situation in your life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. His doubt was genuine, right? അവന്റെ സംശയം ന്യായമായിട്ടും ഉള്ളതാണ്, അല്ലേ? Our doubt are also genuine. നമ്മുടെ സംശയങ്ങളും ന്യായീകരിക്കത്തക്കതാണ്. Sometimes we stumble. It's okay. ചില സമയത്ത് നാം കുഴങ്ങുന്നവരാണ്, അത് ശരിയാണ്, അത് സാരമില്ല. We suffer. നാം കഷ്ടതയിലൂടെ കടന്നു പോകും. But remember, എന്നാൽ ഓർക്കുക, Christ love is never away from us. ക്രിസ്തുവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം നമ്മിൽ നിന്ന് അകലെ അല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുക. He is interested in our life. നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഇടപെടുന്നവനാണ് നമ്മുടെ കർത്താവ്. His absence does not means his silence does not means his absence. അവന്റെ നിശബ്ദത എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യം ഇല്ലായ്മയുടെ സൂചകമല്ല. So doubt comes through suffering. ഒന്നാമതായിട്ട് സംശയങ്ങൾ കഷ്ടതയുടെ പരിണിതഫലമായിട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. Number 2, doubt comes through insecurity. രണ്ടാമതായിട്ട് അരക്ഷിതാവസ്ഥയിൽ നിന്ന് സംശയങ്ങൾ ഉളവാകും. Now, John the Baptist, when he is presenting Christ Jesus before the world, he is basically saying that this is a man who is a Messiah and I am just to make the way for him. സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതാകുന്നു മശിഹ, ഞാൻ അവന് വഴിയൊരുക്കുവാനായിട്ട് വന്നവൻ മാത്രമാകുന്നു എന്ന് പരസ്യമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. I am not going in detail due to the lack of time. You read chapter 3 of Luke, you will find he is literally saying, I may decrease and he may increase. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, നീയോ വളരണം, ഞാനോ കുറയണം. But you know what? എന്നാൽ എന്ത് സംഭവിച്ചു? It is easy to be said than done. ആ കാര്യം പറയുവാൻ എളുപ്പമാണ്, എന്നാൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Here is a man who was baptized, hundreds of people coming to him, giving them all a challenge, and they are baptizing. Now slowly the numbers are decreasing and the numbers of the baptizing
baptism by the Jesus Christ was increasing. ഇവിടെ സ്നാപക യോഹന്നാൻ അനേക ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് നടത്തുകയും അവരോട് പ്രസംഗിക്കുകയും അനേകരെ സ്നാനപ്പെടുത്തുകയും ചെയ്തിരുന്നവനാണ്. എന്നാൽ ഇതാ കാലക്രമേണ സ്നാനപ്പെടുന്നവരുടെ എണ്ണം കുറയുകയാണ്. യേശു കർത്താവ് സ്നാനപ്പെടുത്തുന്നവരുടെ അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. John chapter 4 verses 1 and 2 and 3. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1, 2, 3. But interestingly, Jesus Christ never comes in the competition. He just goes away. എന്നാൽ ആശ്ചര്യകരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യം, യേശു കർത്താവ് അങ്ങനെ ഒരു മത്സരത്തിന് വരുന്നില്ല, അതിനെ വിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നെന്ന് എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താൻ. അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. Can you just see the intense behind this verse? ഈ വാക്കുകളുടെ പിന്നിലെ ആ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? God Lord is not there in the competition. കർത്താവ് അവിടെ ഒരു മത്സരത്തിനില്ല. But yeah, it was true that people were throwing into him than the John the Baptist. സ്നാപക യോഹന്നാൻ ആകർഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ യേശു കർത്താവിനും ശിഷ്യന്മാർക്കും ആകർഷിക്കുവാൻ സാധിച്ചിരുന്നു. And he was doing more greater works than John the Baptist. സ്നാപക യോഹന്നാൻ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ യേശു കർത്താവിന് കഴിഞ്ഞിരുന്നു. And that really gave him the insecurity. ഇത് നിശ്ചയമായിട്ടും ഒരു അരക്ഷിത ബോധം അല്ലെങ്കിൽ സുരക്ഷിതമില്ലാത്ത ബോധം സ്നാപകരിൽ ഉണ്ടാക്കുവാനുള്ള സാധ്യത. If not him, definitely to his disciples. അവന് പ്രത്യേകിച്ച് ഇല്ല എങ്കിൽ പോലും അവന്റെ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് അതുണ്ടാകുവാൻ സാധ്യതയുണ്ട്. How do we know that? എങ്ങനെ അറിയാൻ സാധിക്കും? Chapter 7 of Luke, verses I think 17. Just before this happening, Jesus Christ has raised the woman widow from in Nain. സുവിശേഷം 7-ാമത്തെ വാക്യത്തിൽ ഈ ഭാഗത്ത് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയത്തിന് മുമ്പുള്ള ഭാഗത്ത് നയിലിലെ വിധവയുടെ മകനെ സൗഖ്യമാക്കുന്ന വേളയിൽ ഈ ശ്രുതി, അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. Next verse. ഇത് ഒക്കെ യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. And then എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു. You got my point? There is a small word called so in English. So John the Baptist calls 2 disciples. ഇവിടെ ഒരു ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, സോ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അറിയിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. The issue is the moment the John the Baptist hears or comes to know the ministry of Christ, so he is calling the disciples. യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ വ്യാപ്തി സ്നാപക യോഹന്നാൻ മനസ്സിലാക്കിയ ആ സമയത്ത് തന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ വിളിക്കുകയാണ്. I do not know what was the reason, but I understand one thing very clearly. ഇതിന്റെ കാരണം എന്ത് എന്ന് എനിക്കറിയില്ല, എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പാക്കി പറയാം. The message of John the Baptist and the message of Jesus Christ were 2 different messages. സ്നാപക യോഹന്നാന്റെ സന്ദേശവും യേശു കർത്താവിന്റെ സന്ദേശവും വിഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫോക്കസിലുള്ള സന്ദേശങ്ങളായിരുന്നു. John the Baptist, he had locusts and the honey and he lived in the wilderness. സ്നാപക യോഹന്നാൻ വെട്ടുക്കിളിയും കാട്ടുതേനും ഭുജിച്ചുകൊണ്ട് അവൻ മരുഭൂപ്രദേശങ്ങളിൽ താമസിച്ചു. He called the people, children of viper and so on and so forth. അവൻ സർപ്പസന്തതികളെ എന്നും അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് ആൾക്കാരോട് സുവിശേഷിക്കുന്നവനായിരുന്നു. But here is Christ Jesus. He is mingling with the publicans. He is having a party with the sinners, and he is playing with the children. ഇവിടെ ഇതാ യേശു കർത്താവ് ചുങ്കക്കാരോട് പാപികളോട് അവരോട് ഇടപെട്ടുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവരോട് കൂടെ ഭക്ഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോട് സല്ലപിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് നീങ്ങുകയാണ്. He is healing the disease. He is healing. He is giving vision to the blind. He is cleaning he is touching the leper, and he is doing everything possible to show the love of God to the humankind. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അന്ധരെ സൗഖ്യപ്പെടുത്തുന്നു, മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ ലെപ്രസി ബാധിച്ചവരെ അവൻ സൗഖ്യമാക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് അവൻ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. And that is different than the concept of John's gospel, John the Baptist's gospel. സ്നാപക യോഹന്നാന്റെ രീതിയും തന്റെ സുവിശേഷീകരണ രീതിയും ഇതിന് സമാനമായിരുന്നില്ല. People are
people are, so attracted. They are able to see the real. They were amazed and they were glorifying God every moment of the ministry of Christ Jesus. യേശു കർത്താവിന്റെ ശുശ്രൂഷ കണ്ട് ആശ്ചര്യഭരിതരായിട്ട് ആൾക്കാര് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. He was increasing, whereas the ministry of the John the Baptist was decreasing. യേശു കർത്താവ് അവൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അവൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. My beloved, we are inferior, right? പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ഒരു അരക്ഷിത ബോധം നമ്മെ ബാധിക്കുന്നുണ്ടോ? We are also insecure. What is going to happen tomorrow for me? നാളെ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ലാതെ ആശങ്കാകുലരായിട്ട് നാം തീരാറില്ലേ? God has given all of us the responsibility in a unique way. നമുക്ക് ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. I cannot do the things what Jason uncle can do, and Jason uncle cannot do the things what I am supposed to do. എനിക്ക് മറ്റൊരാളുടെ ശുശ്രൂഷയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശുശ്രൂഷ എനിക്കോ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. We all are unique and we all have been called for unique purposes. നാം വ്യത്യസ്തരും അതേസമയം വ്യക്തമായിട്ട് പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുമാണ്. When we compare ourselves with others, always we come in the doubt of God. നാം നമ്മെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നേക്കാം. Because you feel insecure. കാരണം നമുക്ക് ഒരു അരക്ഷിത ബോധം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു ബോധം നമ്മെ ഭരിച്ചു എന്ന് വന്നേക്കാം. And that is how you question God and His sovereignty. അതുകൊണ്ട് ദൈവത്തിന്റെ ആധികാരികതയും അവന്റെ സർവാധികാരത്തെയും ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ആ മനോഭാവത്തിലേക്ക് നാം കടന്നു വന്നു വരാം. Doubt comes by suffering, doubt comes by insecurity. അതുകൊണ്ട് സംശയം എന്ന് പറയുന്നത് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകാം. മാത്രമല്ല അരക്ഷിത ബോധത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് സംശയം ഉണ്ടാകാം. And third, doubt also comes by the lack of knowledge. മൂന്നാമതായിട്ട് സംശയം എന്ന് പറയുന്നത് അറിവില്ലാത്തത് കൊണ്ട് ഉണ്ടാകാം. John the Baptist was in the dungeon. നമുക്കറിയാം സ്നാപക യോഹന്നാൻ ഇപ്പോൾ കാരാഗൃഹത്തിലാകുന്നുവല്ലോ. He is there for a reason, right? അവിടെ ആയിരിക്കുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. He is there because he was a man of righteousness and he had taken the stand for the righteousness. അവിടെ ആയിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അവൻ നീതിമാനാകൊണ്ടും അവൻ നീതിക്ക് വേണ്ടി ഒരു നിലപാടെടുത്തത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിച്ചത്. He had to pay the price for God. ദൈവത്തിന് വേണ്ടിയിട്ട് തന്റെ നിലപാടുകളോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വില തനിക്ക് കൊടുക്കേണ്ടി വന്നു. I mean, look at his dare. He goes to the king Herod and he says, you are the king, you are adulterer. ഹെരോദാവിന്റെ മുമ്പാകെ ചെന്ന് അവൻ കൈ ചൂണ്ടി ഇങ്ങനെ പറയുകയാണ്, നീ ഇവിടുത്തെ രാജാവാകുന്നുവല്ലോ, നീ ഒരു ഈ പറഞ്ഞ ദുർനടപ്പുകാരനാണ്. You have taken a wife on adultery. നീ വ്യഭിചാരത്തോടു കൂടെ ആ നിലയില് ഒരു ഭാര്യയെ നീ എടുത്തിരിക്കുകയാണ്. And you are wrong. നീ തെറ്റാണ്. And the king is so offended, the wife is so offended, they put him in the dungeon. ആ രാജാവും രാജ്ഞിയും ഈ പ്രസ്താവനയെങ്കിൽ വളരെ അസ്വസ്ഥരായിട്ട് സ്നാപക യോഹന്നാനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുകയാണ്. But John the Baptist is offended, not the way he should be. He thought that he has taken the right decisions. Why is he being put in the dungeon? സ്നാപക യോഹന്നാന് ഈ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ഉത്തരങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. താൻ വിചാരിച്ചതുപോലെ തന്റെ നീതിയുടെ നിലപാടിന് അനുസരിച്ച ഒരു നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണവും പരിണിത ഫലവുമല്ല തനിക്ക് കിട്ടുന്നത് എന്ന് തനിക്ക് തോന്നുന്നു. He has to understand, we all have to understand one thing very clearly. നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. This world is never going to give us any support when it comes to our faith. നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും സംരക്ഷണമോ അല്ലെങ്കിൽ സപ്പോർട്ടോ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. And whenever you are taking a stand for your faith, you are going to pay the price. നിങ്ങൾ എപ്പോഴൊക്കെ വിശ്വാസത്തിന് വേണ്ടി ഒരു നിലപാട് എടുക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതാണ്. That is why Christ is saying, verse 20, I think, blessed is offended in my name. 7:20 വാക്യം യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ആ പുരുഷന്മാർ അവന്റെ അടുക്കൽ വന്ന് വരുവാനുള്ള നീയോ അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 22 വാക്യം 21 മുതൽ. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാർക്കോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ
ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. This, you know, I was just thinking this should be there counted as a beatitude. ഇത് ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യവർണ്ണനകളുടെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ ഭാഗ്യവർണ്ണനകളുടെ കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. Blessed is the man who is offended in my name. എന്റെ നിമിത്തം എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. I mean, you are offended because of him, but Jesus Christ is looking at other way around and he's saying you are a blessed one because you are offended in my name. I am going to sustain you, I am going to bless you. നീ ചിന്തിക്കുന്നത് നീ ഇടറിപ്പോകുന്നത് നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ്. എന്നാൽ ദൈവം ചിന്തിക്കുന്നത് നീ ഇടറിപ്പോകുന്നത് ഭാഗ്യമാണ്, നിനക്ക് എന്റെ നിമിത്തമാണ് നീ ഇടറിപ്പോകുന്നത്. So the lack of knowledge also brings the doubt. ഈ കാര്യത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ബോധ്യം, അറിവ് ഇല്ലാതിരിക്കുന്നത് നമ്മളിൽ സംശയമുള്ള. You have to pay the price in the world when you stand for the Lord. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പാകെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തിരിച്ചറിയുക. But there is a blessing behind that. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. And Lord God is not going to forget it at all. അത് ഒരിക്കലും നിങ്ങളോടുള്ള ബന്ധത്തിൽ മറന്നു പോകുവാൻ ദൈവത്തിന് താല്പര്യവുമില്ല. So doubt comes through suffering, doubt comes through insecurity, doubt comes through lack of knowledge. സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദീർഘമായിട്ടുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അതുപോലെ നാം ഇത്തരത്തിലുള്ള ഇടർച്ചകളിൽ നേരിടുമ്പോഴും Lack of knowledge, അറിവില്ലായ്മ നിമിത്തവും നമുക്ക് സംശയങ്ങൾ കടന്നു വരാം. But I am just going to just ponder more on the response of doubt in these situations. ഈ സാഹചര്യത്തിലെ സംശയങ്ങളുടെ മധ്യത്തിലുള്ള പ്രതികരണത്തിലേക്ക് നമുക്ക് കടന്നു വരാമെന്ന് കരുതുന്നു. Now, how did John the Baptist respond when he was doubting? ഈ സംശയങ്ങൾ നേരിട്ടപ്പോൾ സ്നാപക യോഹന്നാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? Oh, I should not be speaking. Had he be a brethren guy, he would have said, oh, എങ്ങനെ പറയുന്നേ. He should have been silent and keeping himself mum. ഒരുപക്ഷെ സാധാരണ നമ്മുടെ മധ്യത്തിൽ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചേക്കാം. What will elders think about me? എന്നെക്കുറിച്ച് മൂപ്പന്മാർ എങ്ങനെ ചിന്തിക്കും എന്നൊരു പക്ഷേ സംശയിക്കുമായി. Oh, I have been doing so much of ministry. I have been involved in the public arena. You know, how can I go and now say, brother, I am doubting God. ഞാൻ പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, പൊതു ശുശ്രൂഷകളിലൊക്കെ ഞാൻ ഇടപെടുന്നുണ്ട്. എങ്ങനെ എനിക്ക് പറയുവാൻ സാധിക്കും കർത്താവേ നിന്നെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്ന്? We all struggle, right? നിങ്ങളെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങളുടെ അനുഭവമായിരിക്കുമല്ലേ? But John the Baptist, he was so outspoken. ഇവിടെ ഇതാ സ്നാപക യോഹന്നാനെ സംബന്ധിച്ച് അവൻ വളരെ ഈ കാര്യങ്ങളെ തുറന്ന് സമ്മതിക്കുന്നവനായിരുന്നു. He had a problem. അവനൊരു പ്രശ്നമുണ്ട്. He goes and speaks out. അവൻ പോയി അത് ഉറക്കെ ചോദിക്കുകയാണ്. He tells his disciples to go and speak and ask, should we wait for another one? ഇതാ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോവുക, യേശു കർത്താവിനോട് ചോദിക്കുക, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? By the way, what was the question? എന്താണ് ചോദ്യം? Are you the Messiah, right? നീ ആകുന്നു ആ മശീഹ, വരുവാനുള്ളവൻ നീയോ? This is a question. ഇതാണ് ചോദ്യം. When you read the following verses, you will never find anywhere Jesus Christ saying that, yes, I am the one. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന് ശേഷം നിങ്ങൾ ആ മറുപടിയിൽ എവിടെയെങ്കിലും നോക്കിയാൽ അവിടെ എങ്ങും കർത്താവ് പറയുന്നില്ല, അല്ലയോ സ്നാപക യോഹന്നാനെ ഞാനാണ് മശീഹ എന്ന് പറയുന്നില്ല. Whereas Jesus Christ, there is a very beautiful phrase in English version. At that time, Jesus Christ healed many. He raised the dead. He did all the ministries before those disciples. നോക്കുക, ഈ ഭാഗത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതിന്റെ 21-ാം വാക്യത്തിൽ ആ നാഴികൾ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും ചെയ്തു. We jump over those. When we are reading the scripture, I always say, don't, there is a every element of the scripture is very beautiful. Even the comma, you just pause there. തിരുവെഴുത്തുകൾ നിങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതിനെ മറികടന്ന് പോകുന്നവരാണ്. എന്നാൽ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഓരോ ഭാഗവും പ്രാധാന്യമാണ്, അതിൽ ഓരോ കോമ പോലും പ്രാധാന്യമാണ്. അവിടെ നിങ്ങൾ അല്പം നിർത്തി മുന്നോട്ട് വായിച്ചു പോവുക. At that time, just pause there. ആ നാഴികയിൽ. Which time? ഏത് നാഴികയിൽ? Which time?
ഏത് സമയത്താ? When the disciples came to Jesus Christ and when they were asking the doubts of John the Baptist. സ്നാപകന്റെ ശിഷ്യന്മാരെ കടന്നു വന്ന് സ്നാപകന്റെ സംശയം യേശു കർത്താവിനോട് ചോദിക്കുന്ന ആ നാഴികയിൽ, And that time Jesus Christ, I understand, he would have taken these boys and he would have gone and to the multitude, and then what does he do? ആ സമയത്ത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെയും കൂട്ടി ജനത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു ചെന്ന് എന്താണ് ചെയ്തത്? He healed the disease, the ill. He gave the vision, sight to the blind, deaf were there. He gave the ears, hearing power. He raised even the dead, right? അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും കുരുടർ കാണുന്നു, അങ്ങനെ അനേക അത്ഭുതങ്ങൾ അവിടെ ചെയ്യുകയാണ്. And then he says, go and tell all this to. എന്നിട്ട് ആ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പോയി ഈ കണ്ടതൊക്കെ ചെന്ന് സ്നാപകനോട് പറയുക. Because these Hebrew disciples were very much sure of the book of Isaiah. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. They knew the chapter 29, 35, 41 and all those where the Messiah is going to heal the disease, give the eyes to the blind, give hearing power to the deaf, going to raise the dead, he's going to heal the leper, so on and so forth. 25, 31, 35 അധ്യായങ്ങൾ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വരുവാനുള്ള മശിഹ ചെയ്യുവാൻ പോകുന്ന രോഗസൗഖ്യത്തെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുള്ളതായിരുന്നു. And these disciples must have gone to the John the Baptist and definitely, I'm sure, definitely cleared the doubt of John the Baptist. ഈ ശിഷ്യന്മാർ സ്നാപക യോഹന്നാന്റെ അടുക്കൽ മടങ്ങി ചെന്നിട്ട് നിശ്ചയമായിട്ടും സ്നാപകനുണ്ടായിരുന്ന സംശയം ദൂരീകരിച്ച് കാണും. Because John the Baptist knew what was going to come. കാരണം സ്നാപക യോഹന്നാൻ അറിയാമായിരുന്നു എന്തായിരുന്നു സംഭവിക്കുവാൻ വരുവാൻ പോകുന്നത്. He just wanted to reconfirm, reassure his work and the work which is going to come ahead. ഇനി സംഭവിക്കാനിരിക്കുന്ന യേശു കർത്താവിലൂടെ നിർവഹിക്കുവാനിരിക്കുന്ന ആ ശുശ്രൂഷകളെ കുറിച്ച് അറിവുള്ളവനാകിയാൽ അതിനെ ഒന്ന് വീണ്ടും ഉറപ്പിക്കുവാൻ, അതിനെ വീണ്ടും ആധികാരികമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സ്നാപകന് ആഗ്രഹിച്ചു. My beloved, if you have a problem, if you have a doubt, please share it with someone. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള സംശയങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരാളുമായിട്ട് ആ സംശയം നിങ്ങൾ പങ്കുവയ്ക്കുമോ? And the moment you clear up, see, your salvation is always intact. Remember that. പ്രിയമുള്ളവരെ, നിങ്ങളുടെ രക്ഷ എപ്പോഴും സുരക്ഷിതത്വമുള്ളതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. But when you doubt God, your relationship with your Father gets hampered. എന്നാൽ നിങ്ങൾ സംശയിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുകയാണ്. You don't enjoy that warmness. നിങ്ങൾ ആ ഒരു ബന്ധത്തിന്റെ ഹൃദ്യത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. So when you go before the Lord with that heart of doubt, you are not enjoying that warmth. നിങ്ങൾ സംശയിക്കുന്ന ഹൃദയവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഊഷ്മളത അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ല. I mean, you can't feel, like this, of course COVID, no problem, but you can't enjoy that warmth, a pat on the shoulder, warmth of the Lord in that relationship when you have with your Father in heaven. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും അടുത്തുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് തിരിച്ചറിയുവാനോ അത് അനുഭവിച്ചറിയുവാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സംശയമായിട്ട് നിങ്ങൾ കർത്താവിനെ. The relationship is more important than your what will other think about you. നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതല്ല. Please find an elder, please find a brother, please find a sister, please find one auntie, whosoever you are comfortable. Go and open up your heart and just say, I am struggling. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്ഥലസഭയിൽ ഒരു മൂപ്പനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടു സഹോദരനെയോ ഒരു മുതിർന്ന സഹോദരിയോ സഹോദരനെയോ ഒരു ആന്റിയോ അങ്കിളിനെയോ നിങ്ങൾക്ക് തുറന്നു പറയുവാനായിട്ട് കണ്ടുപിടിക്കാം. Sometimes they may not convince you. Sit down together and pray for your faith. ഒരുപക്ഷെ നിങ്ങളുടെ സംശയം മുഴുവനായിട്ട് വിശദീകരിച്ച് തരുവാൻ അവർക്കാവില്ലായിരിക്കാം. എന്നാൽ അവരുമായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ your relationship can come to a better way. നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സജീവമായിട്ട് തീരുവാൻ സാധിക്കും. And Lord loves it, you know that. പ്രിയമുള്ളവരെ, കർത്താവ് അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. Lord loves it. ദൈവം അത് വളരെ ആഗ്രഹിക്കുന്നുമുണ്ട്. See, Christ Jesus, he did not say, hey, I am the guy, why don't you believe in me? He's not saying that.
കർത്താവ് ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് ഞാൻ മശികയാകുന്നു, ഞാൻ കർത്താവാകുന്നു, നീ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നുള്ള മനോഭാവത്തിൽ നമ്മളെ സമീപിക്കുന്നവനല്ല. He does he will take you through the experience and make you understand that he is the real Messiah. അവൻ നിങ്ങളെ അനുഭവത്തിന്റെ ആ വശത്തുകൂടെ കടന്നു കൊണ്ടുപോയി നിങ്ങളെ ബോധ്യ തലങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവനാകുന്ന മശിഹ. And that experience itself is so warmth. ആ അനുഭവം തന്നെ അത് വളരെ ഊഷ്മളമായിട്ടുള്ള അനുഭവം. So enjoy that period of a season of a decrease in your life. നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ കുറവുള്ള ജീവിത അനുഭവങ്ങളെ ഇത്തരത്തിൽ വിലയുള്ളതാക്കി മെച്ചമുള്ളതാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുക. And you know what? The response of the Lord in other way. മറ്റൊരു രീതിയിൽ കർത്താവിന്റെ പ്രതികരണം എപ്രകാരമായിരുന്നു? You know what is he saying about John the Baptist? സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവിന്റെ അഭിപ്രായം എന്താണ്? You read the following verses from 24 onwards. 24 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാന്റെ ദൂതന്മാർ പോയ ശേഷം പുരുഷാരത്തോട് യോഹന്നാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല. എന്ത് കാണുവാൻ പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിലല്ലേ അത്രേ? അല്ല. എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതേ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. My beloved, Lord is not saying before the disciples. ആ ശിഷ്യന്മാരുടെ മുമ്പാകെ കർത്താവ് ഇത് പറയുന്നില്ല. But he is speaking about John the Baptist when they all had left. യോഹന്നാന്റെ ശിഷ്യന്മാർ പോയതിനു ശേഷം സ്നാപക യോഹന്നാനെ കുറിച്ച് കർത്താവ് പ്രസ്താവന നടത്തി. And you know whom are he speaking to? ആരോടാണ് യേശു കർത്താവ് പറയുന്നത്? He is speaking to the crowd surrounded. തന്റെ ചുറ്റുപാടുമുള്ള പുരുഷന്മാരോടാണ്, പുരുഷാരത്തോടാണ് ആ സംഭാഷണം നടക്കുന്നത്. My beloved, this is what Lord is interested. പ്രിയ ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്നത്, താല്പര്യമുള്ളത് ഈ കാര്യത്തിലാണ്. He is not putting the John the Baptist down before the crowd. പുരുഷാരത്തിന്റെ മുമ്പാകെ ഏതെങ്കിലും വിധത്തിൽ സ്നാപക യോഹന്നാനെ ഇകഴ്ത്തി കാണിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. But he is lifting them up. എന്നാൽ അവരുടെ മുമ്പാകെ സ്നാപകനെ ഉയർത്തി കാണിക്കുകയാണ്. And then he says there is none like him in the prophet. He is the best among all those who have come so far. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലൊരുവനെ കാണുവാൻ സാധ്യമല്ല. അവൻ പ്രവാചകന്മാരിൽ എല്ലാവരിലും മികച്ചവനാണ്. You know, he's in a way he is saying in this way. അവൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. He is better than Abraham. അവൻ അബ്രഹാമിനേക്കാൾ മികച്ചവനാണ്. He is better than Moses. അവൻ മോശയേക്കാൾ മികച്ചവനാണ്. He is better than David. ദാവീദിനേക്കാൾ മികച്ചവനാണ്. The one who is been called the father of faith, Abraham, John the Baptist is better than him. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനേക്കാൾ മികച്ചവനാകുന്നു The one who gave the law to the world, he is better than Moses. ലോകത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നൽകിയ മോശയേക്കാൾ മികച്ചവനാകുന്നു. God himself calling David the man after my heart is here the man who is better than David. ഇവിടെ ഇതാ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ പരാമർശിച്ചെങ്കിൽ അവനേക്കാളും മികച്ചവനാകുന്നു സ്നാപകൻ. He is better than all these people. ഈ പ്രവാചകന്മാരെക്കാൾ എല്ലാം മികച്ചവനാകുന്നു അവൻ. But you know, after that there is another one statement. അതിനുശേഷം മറ്റൊരു പ്രസ്താവനയുണ്ട്. Yeah. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. My beloved, there is a least of the kingdom of God is even bigger than high position than John the Baptist. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് അറിയപ്പെടുന്നത് സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ് എന്നാണ് പറയുന്നിരിക്കുന്നത്. That may be you, that may be me, that may be anybody who call ourselves least better than even John the Baptist. അത് ഒരുപക്ഷെ നിങ്ങളോ ഞാനോ ആരും ആയിക്കൊള്ളാം. ദൈവരാജ്യത്തിൽ ചെറിയവൻ എന്ന് അറിയപ്പെടുന്നവനാണ് സ്നാപകനിലും വലിയവൻ എന്ന് പറയുന്നത്. We may go through a period of doubt. നാം ഒരുപക്ഷെ സംശയത്തിന്റെ ഒരു കാലയളവിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. We may call ourselves least. നാം ഒരുപക്ഷെ ചെറിയവർ എന്ന് നമ്മെ കുറിച്ച് പരിഗണിക്കുന്നവരായിരിക്കാം. When we compare with others, we may feel offended, or we may feel insecure, or not doing what we are supposed to do. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നാം ഇടറിപ്പോയവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അരക്ഷിത ബോധം നമ്മെ ബാധിക്കുന്നുണ്ടാകാം. But Jesus Christ, our Lord, our Savior, is interested in our life.
എന്നാൽ യേശു കർത്താവ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായവൻ നമ്മിൽ വളരെ താല്പര്യമുള്ളവനാകുന്നു. He is interested. He calls us the greater, even greater than John the Baptist in the അവൻ kingdom. അവൻ നമ്മെ വലിയവർ എന്ന് വിളിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്നാപകനേക്കാൾ വലിയവൻ എന്ന് വിളിക്കുവാനായിട്ട് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. Don't leave in your doubt. നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. Please go before the Lord, go before your brethren, and open up your heart and have a close walk, close relationship with your Father. കർത്താവിന്റെ മുമ്പാകെ കൂട്ടു സഹോദരങ്ങളുടെ മുമ്പാകെ നിങ്ങളുടെ സംശയവുമായിട്ട് ചെന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുവാനായിട്ട് ഇടവരട്ടെ. Experience Christ in your life. കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് അനുഭവിച്ചറിയുവാൻ ഇടവരട്ടെ. He is worth following. അവൻ അനുഗമിക്കുവാൻ കൊള്ളാകുന്നവനാണ്. He is worth loving. സ്നേഹിക്കുവാനായിട്ട് അവൻ ഏറ്റവും കൊള്ളാവുന്നവനാണ്. And he is worth worshipping. അവൻ ആരാധനയ്ക്ക് സർവ്വതാ യോഗ്യനുമാണ്. May God bless. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.